മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി. ഓരോ ഭാഷക സമൂഹത്തിൻ്റെയും ജീവിതവൃത്തി, ഭൗതിക പരിസരങ്ങൾ എന്നിവ അവയുടെ ഭാഷയിൽ പ്രതിഫലിക്കും. ജീവിതവൃത്തിയിലും ഭൗതിക പരിസരങ്ങളിലുമുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അതിൻ്റെ പദസഞ്ചയത്തിൽ ചിലത് കാലഹരണപ്പെടുകയും മറ്റു ചിലത് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യും. സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശത്ത് നെൽകൃഷി പ്രധാന ഉപജീവന മാർഗമായി സ്വീകരിച്ചവരാണ് കുട്ടനാടൻ ജനത. സാമൂഹിക ബന്ധങ്ങളിൽ പൊളിച്ചെഴുത്ത് ഉണ്ടാവുകയും പൂർണ്ണമായിട്ടല്ലെങ്കിലും യന്ത്രവൽക്കരണം കൃഷിയിടങ്ങളിൽ സാധ്യമാവുകയും ചെയ്തതോടെ അവിടുത്തെ ഭാഷണ വ്യവഹാരത്തിൻ്റെ ഭാഗമായിരുന്ന പദങ്ങളിൽ ചിലത് പ്രചാരലുപ്തമായി. സംസ്കാര പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്തരം പദങ്ങൾ സാംസ്കാരിക അവസ്ഥകളിലേക്ക് വാതിൽ തുറക്കാൻ ഉതകുന്ന താക്കോലുകളാണ്. അത്തരം ചില പദങ്ങൾ പരിശോധിക്കാം. ഇഴുക, പിടിച്ചു നിന്ന് കറ്റമെതിക്കാൻ കുറുകെ കെട്ടി ഉറപ്പിക്കുന്ന മുള പോലുള്ള ഉപകരണം. പൊതുവെ തെങ്ങിൻ തടി അറുത്ത് ഉരുട്ടിയെടുത്താണ് ഇവ നിർമ്മിച്ചിരുന്നത്. കുത്തുകാൽ, ഇഴുക കെട്ടിവയ്ക്കാൻ അതിൻ്റെ രണ്ടറ്റത്തുമായി നിലത്ത് കുഴിച്ചിടുന്ന കാല്. ഇതും തെങ്ങിൻ തടി കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. മൂട, കറ്റ മെതിച്ചു കൂട്ടുന്ന നെല്ല്. പദം, കൊയ്ത്തുകാർക്ക് കൂലിയായി കൊടുത്തിരുന്ന നെല്ല്. താപ്പ്, കൊയ്ത് മെതിച്ചുകൂട്ടിയ നെല്ല് അളന്നെടുക്കുന്നതിൻ്റെ തോത്. 7 ഡബിൾ പറ അളന്നെടുക്കുമ്പോൾ ഒരു താപ്പാകുന്നു. അതിൻ്റെ കൂലിയായി ഒരു ഡബിൾ പറ നെല്ലും തീർപ്പ് എന്ന പേരിൽ അതിൻ്റെ 4/1 അളവ് നെല്ലും കൊയ്ത്താളിന് ലഭിക്കും. ആദ്യകാലത്ത് 10 പറയാണ് ഒരു താപ്പായി കണക്കാക്കിയിരുന്നത്. പൊലി, പതിര് നീക്കി കൂട്ടിയിടുന്ന നെല്ല്. ലക്ഷ്മിക്കറ്റ, കൂട്ടിയിട്ട പൊലിയുടെ മുകളിൽ ഐശ്വര്യ സൂചകമായി വയ്ക്കുന്ന കറ്റ. കളമടി, കറ്റ മെതിക്കുമ്പോൾ ഉണ്ടാകുന്ന കച്ചിപ്പൊടിയും മറ്റും നീക്കാൻ ഉപയോഗിക്കുന്ന ഈർക്കിൽ ചൂല്. കളത്തിൽ ഇതിനെ ചൂലെന്ന് പറയുന്നത് അമംഗളകരമായി കരുതിയിരുന്നു. പിടിത്താൾ, കൊയ്ത്ത് കഴിഞ്ഞ ഉടൻ ഊരി വീണ നെൽക്കതിരുകൾ കൊയ്ത്തുകാർ പെറുക്കിയെടുത്തിരുന്നു. ഇങ്ങനെ കിട്ടുന്ന നെൽക്കതിരുകൾ കെട്ടിവയ്ക്കുന്നതാണ് പിടിത്താൾ. ഇത് കൃഷിനോട്ടക്കാരൻ്റെ അവകാശമായിരുന്നു. തിരിഞ്ഞു പെറുക്ക്, കൊയ്ത്ത് കഴിഞ്ഞ ഉടൻ കൊയ്ത്തുകാർ ഊരി വീണ നെൽക്കതിരുകൾ പെറുക്കി എടുക്കുന്നതിന് പറഞ്ഞിരുന്ന പേര്. വിത്തുവട്ടി, വിത്ത് വിതയ്ക്കാനായി പാടത്തേക്ക് നെല്ല് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന കൈതയോല കൊണ്ട് നിർമ്മിച്ച വട്ടി. ചിക്കുപായ, നെല്ല് ഉണക്കാനായി കൈതയോല കൊണ്ട് നിർമ്മിച്ചിരുന്ന വലിയ പായ. വിത്തേറ്റി, ചിക്കുപായയിൽ ഇടുന്ന നെല്ല് വലിച്ചു കൂട്ടുന്നതിനും നിരത്തുന്നതിനും വേണ്ടി ഉപയോഗിച്ചിരുന്ന തടിയിൽ തീർത്ത തൂമ്പയുടെ ആകൃതിയിലുള്ള ഉപകരണം. വാച്ചാല്, കണ്ടങ്ങളിൽ വെള്ളം കയറ്റാനും ഒഴുക്കിവിടാനും തീർത്തിരുന്ന ചെറിയ ചാല്. കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടനാടൻ പദങ്ങളിൽ ഏതാനും ചിലത് മാത്രമാണ് ഇവ. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും